ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വികാസത്തിൻ്റെ അഭിഷേകം, അനോയിൻറ്റിങ് ആൻഡ് എക്സ്പാൻഷൻ. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ആഴത്തിലുണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു വർധനവ്, ഒരു വികാസം, ഒരു എക്സ്പാൻഷൻ സംഭവിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യം. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ 30, 60, 100 മേനി വിളയുന്നു. അവർ 30, 60, 100 മേനി വിളയുന്നു. ഒരു വലിയ വിശാലത. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാകുന്ന വചനം സ്വീകരിക്കുമ്പോൾ വചനത്താൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ഒരു വലിയ വിശാലത. 30 മേനി പുറപ്പെടുവിക്കുന്ന ആ അളവിൽ നിന്ന് 60 മേനിയിലേക്ക്, 60-ൽ നിന്ന് 100 മേനിയിലേക്ക്, 100 മേനി വിളവ് പുറപ്പെടുവിക്കുന്നവരായി തീരണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ യെരൂശലേമിൽ, പിന്നീട് യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗലീലയിൽ നിന്ന് യെരൂശലേം വരെ വരുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അവരോടാണ് യേശു പറയുന്നത്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നമേ പറയുന്നത്, നിങ്ങളിവിടെ യെരൂശലേമിൽ മാത്രം ഒതുങ്ങുകയില്ല. പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ സംഭവിക്കുവാൻ പോകുന്നത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് യഹൂദ്യയിൽ എല്ലായിടത്തും എത്തിച്ചേരുവാൻ പോകുന്നു. പിന്നെ നിങ്ങൾക്കൊട്ടും ഇഷ്ടമില്ലാത്ത, അന്നത്തെ നാളുകളിൽ അയിത്തമുള്ള ശമരിയിൽ നിങ്ങൾ എത്തിച്ചേരാൻ പോകുകയാണ്. ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാൻ പോകുന്നു. മാത്രമല്ല, ശമരിയിൽ നിന്ന് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും, എൻ്റെ സാക്ഷികളാകും. ആ ഒരു വലിയ ദൈവിക ദൗത്യമാണ് അവിടുന്ന് നമ്മുടെ മേൽ പകരുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു വലിയ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വികാസത്തിൻ്റെ അഭിഷേകം തന്നെ ഓരോരുത്തരുടെ മേലും സംഭവിക്കുന്നു. ഒരു ഡെഡ് എൻഡിലാണോ എത്തിയിരിക്കുന്നത്? ഇനി മുന്നോട്ട് പോകുവാനൊന്നുമില്ല, എല്ലാം തീർന്നു എന്ന് കരുതുന്ന ഒരു ഡെഡ് എൻഡിൽ എത്തിയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശമാണിത്. എല്ലാം തീർന്നു എന്ന് നിങ്ങൾ കരുതുന്നു, എല്ലാം അവസാനിച്ചു, ഇനിയും ഞാൻ എന്തു ചെയ്യും, എൻ്റെ വഴികളെല്ലാം അടഞ്ഞുപോയല്ലോ. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുക. വചനം നിങ്ങളിൽ ക്രിയ ചെയ്യുവാൻ വേണ്ടി വചനത്തെ അനുവദിക്കുക. വചനം രൂപാന്തരീകരണം വരുത്തും. അകത്ത് നമ്മുടെ ചിന്താരീതികൾക്ക് വചനം മാറ്റം വരുത്തും. അതോടൊന്നിച്ച് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വികാസത്തിൻ്റെ അഭിഷേകമാകുന്നു. എക്സ്പാൻഷൻ നൽകിത്തരുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ആ ഡെഡ് എൻഡിൽ നിന്ന് പുതുവഴികൾ തുറക്കപ്പെടും, വിശാലമാകുവാൻ പോകുന്നു. അത്ഭുതകരമാകുന്നൊരു സാക്ഷ്യം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി. ഒരു കുടുംബം, അവരെ വിദേശ രാജ്യത്തായിരുന്നു. ആ സഹോദരൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ചെറിയ ജോലിയായിരുന്നു. അതിൽ നിന്നുള്ള ഇൻകം കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചിരുന്നത്. വൈഫിന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. വൈഫ് വലിയ കഴിവുള്ള ആളൊന്നും ആയിരുന്നില്ല. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ട് ഉള്ള ആ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് ആ വിദേശ രാജ്യത്ത് അവരായിരുന്നപ്പോൾ വളരെ ദുഃഖകരമാകുന്നൊരു ദുരന്തം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ആ ഭർത്താവ് പൊടുന്നനവേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ സഹോദരി ആകെ തകർന്നു, നിലവിളിച്ച് കരഞ്ഞു. ആ കുഞ്ഞുങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അവരുടെ എല്ലാ വഴികളും അടഞ്ഞുപോയി. ഡെഡ് എൻഡിൽ അവരെത്തിച്ചേരുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ചർച്ച് തീരുമാനിച്ചു പിരിവെടുത്തതിന് ശേഷം ഇവരെ നാട്ടിലേക്ക് മടക്കി വിടുവാൻ വേണ്ടി. വിധവയെയും 2 കുഞ്ഞുങ്ങളെയും നാട്ടിലേക്ക് മടക്കി വിടുക. അവർക്കൊരു ജോലിയൊന്നും അവിടെ ലഭിക്കുകയില്ല, അതിനുള്ള കഴിവൊന്നും അവർക്കില്ല. അങ്ങനെ അവർ ആ പിരിവൊക്കെ എടുക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം രാത്രിയിൽ ആ പാസ്റ്റർ ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ ചർച്ചിൻ്റെ പാസ്റ്റർ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ കാണുന്നത് ഈ സഹോദരിയിൽ ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. ഇതുവരെയും അവരിൽ നിന്ന് പുറത്തു വരാത്ത ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ മുഖാന്തരമായിട്ട് അവർക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് റൺ ചെയ്യുവാനുള്ള
പ്രത്യേകമാകുന്ന പ്രാപ്തിയുണ്ട് എന്നാണ് ആ സ്വപ്നത്തിൻ്റെ ആശയം. ആ സ്വപ്നം കണ്ടപ്പോൾ പാസ്റ്റർക്ക് ആ ആശയമാണ് ലഭിച്ചത്. പാസ്റ്റർ വളരെ വെല്ലുവിളിയോ വരുന്ന ഒരു തീരുമാനം, റിസ്ക് വരുന്നൊരു തീരുമാനം എടുക്കുകയാണ്. ഈ സഹോദരിയോട് പറഞ്ഞു, ഇവിടെ തന്നെ തുടരുക, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുക. ചർച്ചിൽ തന്നെയുള്ള ചിലർ അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പണം കൊടുത്ത് അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. കമ്പനി രജിസ്റ്റർ ചെയ്തു. ഈ സഹോദരിക്ക് ആ മേഖലയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള പ്രാപ്തി പൊങ്ങി വരുന്നത്, അവരുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത് ശ്രദ്ധിച്ചു. 6 മാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ആ കമ്പനിക്ക് ഒരു വർക്ക് പോലും ലഭിച്ചില്ല. 6 മാസം രജിസ്റ്റർ ചെയ്തതിന് ശേഷം 6 മാസം ഒരു വർക്കും ലഭിക്കാതെ വരികയാണ് എങ്കിൽ ഉറപ്പായിട്ടും അവർ തമ്മിൽ പറഞ്ഞു കാണും, ഇത് ഈ പാസ്റ്റർക്ക് ചുമ്മാ അത് തോന്നിയതാണ്, അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതെല്ലാം രാത്രിയിൽ എന്തോ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഒരു വലിയ അബദ്ധമാണ് ചെയ്തത് എന്നൊക്കെയുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ വിശ്വാസത്തിനൊന്നും ഇട കൊടുക്കാതെ അവർ വിശ്വസിച്ചു. 6 മാസം ഒരു വർക്കും ലഭിച്ചില്ലെങ്കിലും 6 മാസം കഴിഞ്ഞപ്പോൾ അവർക്കൊരു ചെറിയ വർക്ക് ഒരു ഫേമിൽ നിന്ന് ലഭിച്ചു. വളരെ ചെറിയൊരു വർക്ക് ലഭിക്കുകയുണ്ടായി. ആ വർക്ക് വിജയകരമായി അവർ നടത്തി. അവർക്ക് സ്വന്തമായിട്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല, ഹയർ ചെയ്ത സ്റ്റാഫായിരുന്നു. 6 മാസമൊക്കെ സ്വന്തമായിട്ട് സ്റ്റാഫ് ജോലി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഹയർ ചെയ്ത സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ഫസ്റ്റ് വർക്ക് ആ ഫേമിന് ചെയ്തു കൊടുക്കുകയുണ്ടായി. ഒരു മഹാത്ഭുതം. ആ ഫേം ഒരു കാര്യം തീരുമാനിച്ചു. അവരുടെ മുഴുവൻ വർക്കുകളും തുടർന്നുള്ള വർക്കുകളും ഈ കമ്പനിക്ക് കൊടുക്കുവാൻ വേണ്ടി അവർ തീരുമാനമെടുക്കുകയാണ്. ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലാത്തവർ 6 മാസം മാത്രം പ്രവർത്തനം തുടങ്ങിയിട്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഒരു ഫേമും അങ്ങനെ ഒരു റിസ്ക് എടുക്കുവാൻ തയ്യാറാകുകയില്ല. ഇതെല്ലാം ദൈവികമാകുന്ന അത്ഭുതമല്ലേ. ദൈവം ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു, വിധേയപ്പെടുത്തി കൊടുക്കുന്നു. നിങ്ങൾ ആ ഒരു ദിശയിൽ, കർത്താവ് പറഞ്ഞിരിക്കുന്ന ദിശയിൽ കാൽച്ചുവടുകൾ വയ്ക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് പൊടുന്നനവേ കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ഈ ഫേം വർക്കുകൾ മുഴുവൻ ഈ കമ്പനിക്ക് കൊടുത്തു. അതിനുശേഷം അതൊരു ചരിത്രമായി തീർന്നു. 2 വർഷങ്ങൾ 3 വർഷത്തോളം ഇപ്പോൾ ആയിരിക്കുന്നു. 3 വർഷം കൊണ്ട് ആ മേഖലയിൽ ഏറ്റവും പ്രാവീണ്യമുള്ള ഒരു കമ്പനിയായിട്ട് ഈ കമ്പനി മാറുകയുണ്ടായി. മില്യൺസ് ഓഫ് ടേൺ ഓവർ വരുന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയിലുള്ള കഴിവുകൾ പുറത്തു വരികയാണ്. ഈ വിധവയിലുള്ള കഴിവുകൾ പുറത്തു വരികയാണ്. ഫലമെന്താകുന്നു? ഇന്ന് അവിടുത്തെ ചേർച്ചിന് വലിയ ഫൈനാൻഷ്യൽ പിന്തുണ കൊടുക്കുവാൻ വേണ്ടി ദൈവം ഈ സഹോദരിയെ, ഈ കമ്പനിയെ ഉപയോഗിക്കുന്നു. അവിടുത്തെ ചേർച്ച് പാസ്റ്റേഴ്സിന് അവരുടെ എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ നിൽക്കുവാൻ തക്കവണ്ണം ഈ കമ്പനിയെ കർത്താവ് ഉപയോഗിക്കുകയാണ്. മഹാത്ഭുതകരമല്ലേ? അവരെ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ അനുഭവസാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഭർത്താവ് മരിച്ചതിന് ശേഷമായിട്ട് വിധവ നാട്ടിലേക്ക് മടങ്ങി വരുന്നു. കേരളത്തിൽ വന്ന് ദുഃഖവും പ്രാരാബ്ദവും, പട്ടിണിയും ദാരിദ്ര്യവും, അതിൻ്റെ നടുവിൽ ഞെരുക്കവും, പിള്ളേരുടെ എല്ലാ പ്രാരാബ്ദങ്ങളും, ഇതിൻ്റെ നടുവിൽ കുഴഞ്ഞ് മറിഞ്ഞ് ആകുലത, വ്യാകുലത, ദുഃഖം, ദുരന്തത്തിൻ്റെ വേദന ഇതെല്ലാം കൂടെ വന്ന് ആയുസിൻ്റെ മധ്യേ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന നിലവാരത്തിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയിൽ ഒളിഞ്ഞു കിടന്ന കഴിവുകൾ പുറത്തു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയാണ് എങ്കിൽ നിങ്ങളിൽ മറിഞ്ഞു കിടക്കുന്ന ചില അത്ഭുതങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു. ഒരു ഡെഡ് എൻഡിലെത്തിയവർ, എല്ലാം തീർന്നു എന്ന് കരുതുന്നവർ ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരികയാണെങ്കിൽ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുവാൻ പോകുന്നു. മറിഞ്ഞു കിടക്കുന്ന കഴിവുകൾ പുറത്തു വരുവാൻ പോകുന്നു. അദൃശ്യമാകുന്ന വഴികൾ തുറക്കപ്പെടുവാൻ പോകുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികൾ തുറക്കപ്പെടുവാൻ പോകുന്നു. അവിടെ നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് നല്ല ഫലങ്ങൾ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ പോകുകയാണ്. നിങ്ങളെ അധ്വാനത്തിൻ്റെ മേഖലയിലേക്ക്, ചില കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയുന്ന മേഖലയിലേക്ക് തിരിച്ചുവിട്ട് നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് നല്ല ഫലം പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരെയോ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു വികാസം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അയക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന 2 കാര്യങ്ങളുണ്ട്. 1 നിങ്ങളുടെ ബുദ്ധിയാണ്. 2 നിങ്ങളുടെ ജഡീകതകൾ നിങ്ങളുടെ വികാസത്തിന്, പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഈ 30, 60, 100 മേനി വിളവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആ വികാസത്തിന് തടസ്സം നിൽക്കുന്ന 2 കാര്യങ്ങളാണ് ബുദ്ധി, അതോടൊന്നിച്ച് തന്നെ ജഡീകത.
നിങ്ങൾക്കറിയാമോ, ഈ 30 മേനിക്ക് 60 മേനിയായി തീരുവാൻ കഴിയും, 60 മേനിക്ക് 100 മേനിയായി തീരുവാൻ കഴിയും. എന്തിനേറെ, കയ്യിലൊരു ഗോതമ്പ് മണി എടുക്കുക. ആ ഗോതമ്പ് മണി എടുക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു ഗോതമ്പ് മണിയാണ് കാണുന്നത്. എന്നാൽ കർത്താവ് എന്താണ് കാണുന്നത്? ആ ഗോതമ്പ് മണി വിത്തായി വിതയ്ക്കപ്പെട്ടതിന് ശേഷം വളർന്നു വരുന്ന ആ ഗോതമ്പ് ചെടിയിൽ നിന്ന് പുറപ്പെടുവാൻ പോകുന്ന 1200 ഗോതമ്പ് മണികളെയാണ് ദൈവം കാണുന്നത്. ഒരു ഗോതമ്പ് മണിയിൽ നിന്ന് 1200 ഗോതമ്പ് മണികൾക്ക് പുറത്തു വരുവാൻ കഴിയും. ഒരു മാങ്ങ കാണുന്ന സന്ദർഭത്തിൽ ആ മാങ്ങയുടെ സീഡ് നമ്മൾ കാണുമ്പോൾ നമുക്കത് കേവലം ഒരു മാങ്ങയുടെ സീഡ് മാത്രമാണ്, നമ്മൾ എടുത്ത് എറിഞ്ഞു കളയും. എന്നാൽ ദൈവം അതിൽ കാണുന്നത് ഒരു മാന്തോപ്പാണ്. ഈ ഒരു മാങ്ങയുടെ സീഡിൽ നിന്നുണ്ടാകുവാൻ പോകുന്ന മാവ്, ആ മാവിൽ നിന്നുണ്ടാകുവാൻ പോകുന്ന മാങ്ങകൾ, ആ സീഡുകളിൽ നിന്നുണ്ടാകുവാൻ പോകുന്ന മാവുകൾ, ഇതെല്ലാം കൂടെ ചേർന്നുണ്ടാകുവാൻ പോകുന്ന ഒരു മാന്തോട്ടമാണ് ദൈവത്തിന് ഒരു സീഡിൽ കാണുവാൻ കഴിയുന്നത്. ഒരു മുട്ട കയ്യിലെടുക്കുക, ഒരു മുട്ടയെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണുവാൻ കഴിയുന്നത്? മുട്ടക്കറി അല്ലെങ്കിൽ മുട്ടത്തോരൻ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയത്, ഇതാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ കർത്താവ് നോക്കുമ്പോൾ ആയിരക്കണക്കിന് കോഴികളെ കാണുന്നു. ഈ ഒരു മുട്ടയിൽ നിന്ന് വിരിയുവാൻ പോകുന്ന ആ കോഴിക്കുഞ്ഞിലൂടെ ഉൽപ്പാദിതമാകുവാൻ പോകുന്ന മുട്ടകൾ ചേർന്ന് ആയിരക്കണക്കിന് കോഴികളെ കാണുവാൻ കഴിയുന്നു ഒരു മുട്ടയിൽ. ആ നിലയിൽ ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ആ കഴിവുകളിലേക്ക് കടന്നു ചെല്ലും. നമ്മിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് പുറപ്പെടുവാൻ പോകുന്നത് അതിലേക്ക് കടന്നു ചെല്ലും. ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണമുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങളതറിയുന്നില്ല. നിരാശയിലും ദുഃഖത്തിലും വ്യാകുലതയിലും പദം പറച്ചിലും ജീവിതം കഴിക്കുന്നവരാകുന്നുവെങ്കിൽ ഈ ശബ്ദം നിങ്ങൾക്ക് ഒരു മാറ്റത്തിന് കാരണമായി തീരട്ടെ. നിങ്ങളുടെ ബുദ്ധിയോട് പറയുക, നിങ്ങളുടെ ജഡീകതകളോട് പറയുക, ഞാൻ നിന്നെ ജയിക്കുവാൻ പോകുന്നു. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഒരു വലിയ എക്സ്പാൻഷനിലേക്ക് നീങ്ങും. നിങ്ങളുടെ ബുദ്ധി ഇതിന് തടസ്സമായി നിൽക്കുകയാണ്. ബുദ്ധിയിൽ ലഭിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസും അറിവുകളും അത് തടസ്സമാകുന്നു, ഈ പുരോഗതിക്ക് തടസ്സമാകുന്നു. പകരം ബുദ്ധിയുടെ തലത്തിൽ നിന്ന് റെവലേഷൻ്റെ തലത്തിലേക്ക് നീങ്ങേണ്ടത് ആവശ്യമാണ്. കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടണം. മുൻപിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടണം. ഈ സഹോദരിയുടെ ജീവിതത്തിൽ തന്നെ ശ്രദ്ധിക്കുക. സഹോദരിയുടെ ജീവിതത്തിലുള്ള ആ കഴിവുകളെക്കുറിച്ച് പാസ്റ്റർക്ക് ആ സ്വപ്നം അതൊരു റെവലേഷനാണ്. ആ റെവലേഷൻ നോളജ് ലഭിച്ചതുകൊണ്ടാണ് അതിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിക്കുവാൻ കഴിഞ്ഞത്. ആ റെവലേഷൻ നോളജ് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ സഹോദരിക്ക് ആ നിലയിൽ എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നില്ല. 1 കൊരിന്ത്യർ 2-ാം 7 വാക്യങ്ങൾ, ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. റെവലേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ജ്ഞാനമാണ്. അതാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. ആ മിസ്റ്ററിയാണ് റെവലേഷൻ എന്ന് പറയുന്നത്. ആമേൻ. മിസ്റ്റോറിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കർത്താവ് റിവീൽ ചെയ്യുവാൻ പോകുന്നു. 8-ാം വാക്യത്തിൽ, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഇത് കേട്ടുകൊള്ളുക. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, 9-ാം വാക്യം 1 കൊരിന്ത്യർ 2:9, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. വാ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. പിശാചിന് അറിയത്തില്ലായിരുന്നു യേശു ക്രൂശിതനായതിന് ശേഷമായിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. യേശു ക്രൂശിതനാകുമ്പോൾ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ അവിടുന്ന് വഹിക്കുമെന്ന് പിശാചിന് അറിയത്തില്ലായിരുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന വലിയ പ്രതിസന്ധികൾ, അടഞ്ഞ വാതിലുകൾ, ചില ദുരന്തങ്ങൾ, ചില ദുഃഖങ്ങൾ, അതെല്ലാം കണ്ട് നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ പിശാചിനൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ദൈവത്തിന് നിങ്ങളെ നോക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിനെ കാണുവാൻ കഴിയും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആത്മീക ശുശ്രൂഷയിലായിരിക്കുന്നവർ 30 മേനിയിൽ നിന്ന് 60 മേനിയിലേക്ക് ഒരു കുതിച്ചു മുന്നേറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 60 മേനിയിൽ നിന്ന് 100 മേനിയിലേക്ക് ഒരു കുതിച്ചു മുന്നേറ്റം. നിങ്ങൾ ആ നിലവാരത്തിലുള്ള ഒരു വെളിപ്പാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് സാധ്യമാകുവാൻ പോകുന്നു. 30-ൽ നിന്ന് 60-ലേക്ക്, 60-ൽ നിന്ന് 100 മേനിയിലേക്ക് ഒരു വലിയ വികാസത്തെ പരിശുദ്ധാത്മാവ് അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ജ്ഞാനത്തെ അവിടുന്ന് നമുക്ക് നൽകി തരുവാൻ പോകുകയാണ്. ഇപ്പോഴുള്ള ശൂന്യതകളുടെ നടുവിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. അത്ഭുതകരമായിട്ട് പുതുവഴികളെ തുറന്നു തരുവാൻ വിശ്വസ്തനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അനുഭവം കേൾക്കുകയുണ്ടായി.
ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. വിദേശ രാജ്യത്താണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ ഇവൻ ഭക്ഷണ കാര്യങ്ങളിൽ പോലും വളരെ ചുരുക്കേണ്ടതായിട്ട് വന്നു. ഒരു അതിഥി വന്നപ്പോൾ അവർക്ക് കൊടുക്കുവാൻ ചോറും സാമ്പാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിഥി നോക്കിക്കഴിഞ്ഞപ്പം ഈ വീട്ടിൽ എന്തോ വല്ലാത്ത ഞെരുക്കമാണല്ലോ എന്നുള്ളൊരു നിഗമനത്തിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം നല്ലതാക്കി തരുമെന്ന്. വീട്ടുടയവൻ വിശ്വാസത്തോടുകൂടി പറഞ്ഞു, കർത്താവ് എല്ലാം നല്ലതാക്കി തരുവാൻ പോകുകയാണ്. ഇപ്പോൾ ചോറും സാമ്പാറുമേ ഉള്ളൂ എങ്കിൽ പോലും ചിക്കൻ കൂട്ടി കഴിക്കുന്ന നിലയിൽ കർത്താവ് കാക്കയായിട്ട് ഞങ്ങൾക്ക് ചിക്കൻ തരാൻ പോകുകയാണ്. അടുത്ത ദിവസം ഈ സഹോദരൻ പുറത്തു പോകുന്ന സന്ദർഭത്തിൽ ഒരു ചിക്കൻ വിൽക്കുന്ന കടയുടെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ, കടയടയ്ക്കാൻ പോകുന്ന സമയമായിരുന്നു. ആ ചിക്കൻ വിൽക്കുന്ന ആളുമായിട്ട് സംസാരിച്ചു. പരിചയമില്ല, എന്നാൽ എന്തോ കാര്യത്തിന് വേണ്ടി സംസാരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ബാക്കി വന്ന 1.5 കിലോ ചിക്കൻ എടുത്ത് ഈ വ്യക്തിക്ക് കൊടുക്കുകയുണ്ടായി. ഒരു അത്ഭുതം. പൈസ ഒന്നും മേടിച്ചില്ല, പൈസ കൊടുക്കാനില്ല താനും. വീണ്ടും ഇത് ആവർത്തിച്ചു. 1-2 ദിവസം ഇത് ആവർത്തിച്ചു. അപ്പോൾ ആവർത്തിച്ചപ്പോൾ ആ കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ചിക്കൻ തന്നതോടുകൂടെ എനിക്ക് പിറ്റേ ദിവസം കച്ചവടം അങ്ങ് വർദ്ധിച്ചു. അതുകൊണ്ട് ഇന്നും ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരികയാണ്. 1-2 കിലോ ചിക്കൻ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇത് ചില ദിവസങ്ങൾ ആവർത്തിച്ചു. അതിനുശേഷം കർത്താവ് വലിയ മാറ്റങ്ങൾ ആ ഭവനത്തിൽ കൊണ്ടുവന്നു. എന്നാൽ ഈ ചിക്കൻ ലഭിച്ച സന്ദർഭത്തിൽ ഇദ്ദേഹം പറഞ്ഞതെന്തായിരുന്നു? കാക്കയെ അയച്ച് ചിക്കൻ തരുമെന്നായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്, ഈ ചിക്കൻ വിൽക്കുന്ന വ്യക്തി അദ്ദേഹം മലപ്പുറംകാരനാണ്. അദ്ദേഹത്തെ വിളിക്കുന്നത് മലപ്പുറം കാക്കയെന്നാണ്. മലപ്പുറം കാക്കയെന്നാണ് അവിടെ ആ വിദേശ രാജ്യത്ത് അദ്ദേഹം അറിയപ്പെടുന്നു മലപ്പുറം കാക്കയെന്നാണ്. അപ്പോൾ മലപ്പുറം കാക്കയെ അയച്ച് ചിക്കനെ കൊടുക്കുവാൻ കഴിയുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആമേൻ. ഒരു വലിയ വികാസം പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ പോകുന്നു. ആ ശൂന്യതകളുടെ നടുവിൽ നിന്ന് പുറത്തു വരുവാൻ പോകുകയാണ്. 30 മേനി, 60 മേനി, 100 മേനി. യെരൂശലേം, യഹൂദിയിൽ എല്ലായിടത്തും, ശമരിയിലും, ലോകത്തിൻ്റെ അറ്റത്തോളം പുതുവാതിലുകൾ. ഈ വചനം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ചിലരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടില്ലാത്ത വാതിലുകൾ തുറക്കപ്പെടാൻ പോകുന്നു. ഒരു വലിയ മാറ്റം ചില മേഖലകളിൽ സംഭവിക്കാൻ പോകുന്നത് വിശ്വസിക്കണം, വിശ്വസിച്ച് സ്വീകരിക്കണം. സംശയിക്കരുത്. സാധാരണ കേൾക്കുന്നത് പോലെ നിങ്ങളിതിനെ സംശയിച്ച് എഴുതി തള്ളരുത്. ഇപ്പോൾ നിങ്ങളിത് വിശ്വസിക്കണം, വിശ്വസിച്ച് സ്വീകരിക്കണം. വിശ്വസിച്ച് സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങൾ മെല്ലെ യെരൂശലേമിൽ നിന്ന് യഹൂദിയിൽ എല്ലായിടത്തും വിശാലമാകാൻ പോകുകയാണ്. യഹൂദിയിൽ എല്ലായിടത്തും അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ ശമരിയിലേക്ക്. അതിനുള്ള പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അഭിഷേകം വന്നാൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരികയാണെങ്കിൽ അത് സംഭവിക്കുവാൻ പോകുന്നു. ഞാൻ ഒരു സ്കൂൾ ടീച്ചറിൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുകയുണ്ടായി. ഇത് ആഫ്രിക്കയിൽ സംഭവിച്ച കാര്യമാണ്. സഹോദരിക്ക് അവർ സ്കൂൾ ടീച്ചറായിരുന്ന ആ സന്ദർഭത്തിൽ ശബ്ദത്തിന് ഒരല്പം ബുദ്ധിമുട്ടുണ്ടായി. ബുദ്ധിമുട്ടുണ്ടായ സന്ദർഭത്തിൽ ഡോക്ടറെ കണ്ടു. പിന്നീട് തൻ്റെ ശബ്ദം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകുകയുണ്ടായി. സ്കൂളിൽ പഠിപ്പിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ അവധിയെടുത്തതിന് ശേഷം വൈദ്യശാസ്ത്രത്തിന് തന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. പല മരുന്നുകൾ കഴിച്ചു, പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. വൈദ്യശാസ്ത്രത്തിന് തന്നെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവർ കേൾക്കുകയുണ്ടായത് പാസ്റ്റർ ക്രിസ് അവറുകളുടെ ഒരു ഹീലിംഗ് സ്കൂളിനെ കുറിച്ച് കേൾക്കുകയുണ്ടായി. 1 മാസം നീണ്ടുനിന്ന ആ ഹീലിംഗ് സ്കൂളിൽ പോവുകയുണ്ടായി. ആ ഹീലിംഗ് സ്കൂളിൽ ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടുള്ള വചനമാണ് പഠിപ്പിക്കുന്നത്. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കയറണം. വചനത്തിലാണ് മുഴുവൻ ദൈവത്തിൻ്റെ ശക്തിയും ഇരിക്കുന്നത്. ദൈവം വചനമാകുന്നുവല്ലോ, വചനം ദൈവമാകുന്നുവല്ലോ. അതിനാൽ വചനം നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കണം. വചനം നമ്മുടെ ചിന്താരീതികളെ രൂപാന്തരപ്പെടുത്തും. നമ്മൾ വചനത്തിൽ നിന്നുള്ള ചിന്തകളുള്ളവരായി തീരും. യേശുക്രിസ്തു ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങും. വചനം ഇവരുടെ ഉള്ളിൽ കയറി വചനം രൂപാന്തരപ്പെടുത്തി. അവസാനം പാസ്റ്റർ ക്രിസ് അവറുകൾ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ശബ്ദവും തുറന്നു, പൂർണ്ണ സൗഖ്യം. അങ്ങനെയാണ് അവർ മടങ്ങി അവരുടെ പട്ടണത്തിലേക്ക് പോയത്. പോയി അടുത്ത ദിവസം തന്നെ സ്കൂളിൽ മടങ്ങി ചെന്നു. ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടുകൂടെ സ്കൂളിൽ മടങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങൾക്ക് പകരം മറ്റൊരാളെ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇനി മുതൽ ജോലിയില്ല. അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? വല്ലാത്ത ദുഃഖമായി, നിരാശയായി, വേദനയായി, ആകപ്പാടെ പരിഭവമായി തീരത്തില്ലേ?
എല്ലാം തീർന്നു എന്നല്ലേ കരുതുന്നത്. എന്നാൽ അതൊന്നും ഇവരുടെ ഹൃദയത്തിൽ വന്നില്ല. ഇവരുടെ ഹൃദയത്തിൽ ആ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ, ഒരു മാസം വചനം കേട്ടത് മുഴുവൻ നിക്ഷേപിക്കപ്പെട്ട ആ വചനം ക്രിയ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു. എൻ്റെ അകത്ത് ഇതുവരെ ഞാൻ പുറത്തെടുത്തിട്ടില്ലാത്ത പൊട്ടൻഷ്യൽസ് ഉണ്ട്. ഇപ്പോൾ ഒരു തടസ്സം വന്നിരിക്കുന്നുവെങ്കിൽ വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ആ ഒരു വിശ്വാസത്തോടുകൂടെ അവർ കാൽച്ചുവടുകൾ വെച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവം ഐഡിയാസ് കൊടുത്തു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഐഡിയാസ് നൽകിത്തരും. ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള വ്യക്തമാകുന്ന ദിശാബോധം നിങ്ങൾക്ക് നൽകിത്തരും. റെവലേഷൻസിൽ ഐഡിയാസ് ഉണ്ട്. അങ്ങനെ അവരുടെ കാർപോർട്സ്, വീടിനടുത്തുള്ള കാർപോർട്സിൽ ഒരു കിൻഡർ ഗാർഡൻ അവർ തുടങ്ങി, ഒരു നഴ്സറി സ്കൂൾ തുടങ്ങി. ആ ജോലി പോയത് കൊണ്ടാണ് അവരത് തുടങ്ങിയത്. അവരതിൽ വിജയിയായി തീർന്നു കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ആ പട്ടണത്തിലെ ഏറ്റവും വലിയ സ്കൂൾ, ഏറ്റവും നല്ല സ്കൂൾ, അതിൻ്റെ ഉടമയും പ്രിൻസിപ്പളും ആകുവാൻ തക്കവണ്ണം ദൈവം ആ സഹോദരിയെ ഉപയോഗിച്ചു. ജീവിതം മുഴുവൻ ഒരു സ്കൂളിൽ പഠിപ്പിച്ച് തീരേണ്ട വ്യക്തിയാണ്. എന്നാൽ അവരുടെ ഉള്ളിൽ മറഞ്ഞു കിടന്നിരുന്നതിനെ 30 മേനി, 60 മേനി, 100 മേനി ഒരു വലിയ വിശാലതയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അഭിഷേകം എത്തിക്കേണ്ട ഇടത്ത് അവരെ എത്തിച്ചു. ഒരു വലിയ വിശാലതയിലേക്ക് അവരെ എത്തിക്കുകയുണ്ടായി. ചില തടസ്സങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ തുടക്കമാകുന്നു. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത്. ഇങ്ങനെയൊരു കാര്യം കർത്താവിന്റെ ദാസൻ മൈൽസ് മെൻറോ പറഞ്ഞിട്ടുണ്ട്. Poor people think about money. Poor people think about money. Poor people പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. Rich people think about things. കാറിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നു. അവരെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ വെൽത്തി പീപ്പിൾ, വെൽത്ത് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ വെൽത്ത് മാത്രമല്ല, വാല്യൂസ്, കഴിവുകൾ, ടാലൻറ്റുകൾ, ഇതെല്ലാം വെൽത്താണ്. വെൽത്തി പീപ്പിൾ തിങ്ക് അബൌട്ട് ഐഡിയാസ്. ആമേൻ. അവർ ഐഡിയാസിനെ കുറിച്ച് ചിന്തിക്കുകയും ഐഡിയാസിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നത് പണം മുഖാന്തരമുള്ളൊരു റിച്ച്നെസ് അല്ല. നിങ്ങളിൽ വന്നിരിക്കുന്നത് ദൈവികമാകുന്ന എല്ലാ ഗുണമേന്മകളും, ദൈവം നൽകിയിരിക്കുന്ന ജ്ഞാനം, ദൈവം നൽകിയിരിക്കുന്ന വാല്യൂസ്, ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ, ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ, ഇവയെല്ലാം ചേർന്നുള്ള വെൽത്താണ് നിങ്ങളിൽ വന്നിരിക്കുന്നത്. നിങ്ങളൊരു വെൽത്തിയാകുന്ന വ്യക്തിയാകുന്നു എങ്കിൽ, ഒരു വെൽത്തി പേഴ്സൺ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ഐഡിയാസ് ലഭിക്കുവാൻ പോകുകയാണ്. ഈ തലമുറയിൽ ചെയ്തെടുക്കേണ്ട ഐഡിയാസ് പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ പോകുന്നു. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. സമൂഹത്തിന് ഒരു ഉപകാരിയായി തീരും. സ്കൂൾ ടീച്ചറായിട്ട് തുടരേണ്ട ആ സഹോദരി പിന്നീട് സ്കൂൾ സ്വന്തമായിട്ട് നടത്തുവാൻ തുടങ്ങിയപ്പോൾ നൂറുകണക്കിന് അധ്യാപകർക്ക് ജോലി കൊടുക്കുകയുണ്ടായി. അനേകരെ സഹായിക്കുകയുണ്ടായി. അനേകം വിദ്യാർത്ഥികൾക്ക് അവർ ഉപകാരിയായി തീർന്നു. വിശ്വസിക്ക്, ഇത് നിങ്ങളുടെ സീസണാകുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ 30 മേനിയിൽ നിന്ന് 60 മേനിയിലേക്ക് കയറിപ്പോകുക. 60 മേനിയിൽ നിന്ന് 100 മേനിയിലേക്ക് കയറിപ്പോകുക. യെരുശലേമിൽ നിന്ന് യഹൂദയിൽ എല്ലായിടത്തും പരക്കുക. അവിടെ തുടരരുത്. അവിടെ നിന്ന് ശമരിയിലേക്ക് പോകുക. ശമരിയിൽ നിന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം. കഴിഞ്ഞ ദിവസം ഞാൻ നൈജീരിയയിൽ പോയ കാര്യം പറഞ്ഞുവല്ലോ. നൈജീരിയയിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ ബിഷപ്പ് ഡേവിഡ് ഓയിഡിപ്പോയുടെ ചർച്ചിൽ പോവുകയുണ്ടായി. ഡേവിഡ് ഓയിഡിപ്പോയുടെ ചർച്ച് 50,000 പേർ കൂടുന്ന ചർച്ച്. അവിടെ 5 സർവീസുണ്ട്. 2.5 ലക്ഷം പേർ ഒരു ഞായറാഴ്ച അവിടെ ആരാധനയിൽ കൂടുന്നുണ്ട്. അതുകൊണ്ട് അവരിപ്പോൾ ഒരു സ്റ്റേഡിയം പണിയിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവം ഒരാളെ ബ്ലെസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആമേൻ ലിമിറ്റില്ല, മുകളിൽ തട്ടുകളില്ല. ഞാനായിരിക്കുന്ന ഈ മുറിയിൽ മുകളിലോട്ട് പോയ തട്ട് ലിമിറ്റിംഗ് ഫാക്ടറാണ്. എന്നാൽ തട്ടുകളില്ലാത്ത നിലയിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള സാധ്യതകൾ ആമേൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണ്. വികാസം നൽകുന്ന അഭിഷേകം, എക്സ്പാൻഷൻ നൽകുന്ന അഭിഷേകം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കുന്നതിനായി സ്തോത്രം. അതിശയകരമാകുന്ന ദൈവപ്രവൃത്തികൾ ഈ പ്രിയപ്പെട്ടവരിൽ സംഭവിക്കട്ടെ. ഒരു വലിയ അന്ത്യകാല ഉണർവിന് വേണ്ടി കർത്താവ് ഇവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 30 മേനിയിൽ നിന്ന് 60 മേനിയിലേക്ക്, 60 മേനിയിൽ നിന്ന് 100 മേനിയിലേക്ക്, യെരുശലേമിൽ നിന്ന് യഹൂദയിൽ എല്ലായിടത്തും, അവിടെ നിന്ന് ശമരിയിലേക്ക്, ശമരിയിൽ നിന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം ഒരു വലിയ എക്സ്പാൻഷൻ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ.
രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടൽ സംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആ ഇൻഫെക്ഷൻസ് വിട്ടുപോകട്ടെ. മരണകരമാകുന്ന രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യാബുഥുഫിനി യബിഗസതനി ലേമറോഫകതനി ലമ ലമ ലബുറുഫാലെ ജനസിഫിറ്റിൽ യാറുബതനി യൽഖമാസിയാതന. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിരിക്കുന്നതിനാൽ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. വഴിതടസ്സങ്ങളുടെ മുൻപിൽ നിൽക്കുന്നവർ, ജോലിയില്ലാത്തവർ, ഇപ്പോൾ അവർക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടട്ടെ. അത്ഭുതത്തിൻ്റെ വാതിലുകൾ, വഴികൾ തുറക്കപ്പെടട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. സാമ്പത്തിക മേഖലയിൽ സ്വാതന്ത്ര്യത്തെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. സകല മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഷെയർ ചെയ്യണം. മറക്കരുത്, ഷെയർ ചെയ്യണം. അതോടൊന്നിച്ച് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിസരം ഓർപ്പിക്കുന്നു. യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. വീണ്ടും ടങ്സ് പ്രേയർ നെയ്യാറ്റിൻകരയിൽ ചർച്ച് ഓഫ് എൽ എലിയോണിൽ വെച്ച് നടത്തപ്പെടുന്നു. ജൂലൈ മാസം 16-ാം തീയതി രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ അതിശക്തമാകുന്ന ദൈവാത്മാവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്ന ദിവസമാണ്. നഷ്ടമാക്കരുത്. ടങ്സ് പ്രേയറിൽ കടന്നു വരിക. നിങ്ങൾക്ക് ടങ്സ് പ്രേയറിൽ ഭാഗമാകുവാൻ കഴിയുമ്പോൾ ഓർക്കുക, ടങ്സിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമാകുന്ന പഠിപ്പിക്കലുകൾ, ടീച്ചിങ്സ് ഈ ശുശ്രൂഷകളിൽ ലഭ്യമാകുന്നു. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ വേദപുസ്തകാടിസ്ഥാനത്തിൽ ടങ്സിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യങ്ങൾ വിവരിക്കുന്നു. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. ടങ്സ് പ്രേയർ ജൂലൈ മാസം 16-ാം തീയതി നെയ്യാറ്റിൻകരയിൽ ചർച്ച് ഓഫ് എൽ എലിയോണിൽ വെച്ച് നടത്തപ്പെടുന്നു. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രേയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രേയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.